പാകിസ്ഥാനിൽ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. ഭീകര സംഘടനയായ ജെയ്ഷെ അൽ അദലിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബലൂചിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് ഇറാൻ ചൊവ്വാഴ്ച ആക്രമണം നടത്തിയത്. പ്രകോപനം ഏതുമില്ലാതെ ഇറാൻ തങ്ങളുടെ വ്യോമമേഖലയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയായിരുന്നുവെന്നും ഇറാന് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാൻ അറിയിച്ചു. വടക്കൻ ഇറാഖിലും സിറിയയിലും തിങ്കളാഴ്ച ആക്രമണം നടത്തിയതിന് പിന്നാലെയാണിപ്പോൾ പാകിസ്ഥാനിലും ഇറാന്റെ ആക്രമണം. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിലാണ് ഇറാൻ കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയത്. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിഷ് മേഖലയിലെ ഇർബിലിലെ കേന്ദ്രത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയാണ് മിസൈൽ ആക്രമണങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് കുർദിസ്ഥാന്റെ തലസ്ഥാനമായ ഇർബിലിലെ US കോൺസുലേറ്റിന് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആക്രമണം നടത്തിയത്. ഈ മേഖലയിലെ ചാരപ്രവർത്തന കേന്ദ്രങ്ങളും ഇറാനിയൻ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളും നശിപ്പിക്കാനായി തിങ്കളാഴ്ച രാത്രിയിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുകയായിരുന്നു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇർബിലുള്ള ആസ്ഥാനമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചതായി ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 8 സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെ ഇർബിൽ വിമാനത്താവളം താൽക്കാലികമായി അടച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ഭീകരാക്രമണത്തിൽ 90 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ ശക്തമാക്കിയത്. പാകിസ്ഥാനിലും ഇറാഖിലും തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും ഇത് തള്ളിയിട്ടുണ്ട്. തീവ്രവാദം ലോകത്തിനാകെ ഭീഷണിയാണെന്നും രാഷ്ട്രങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇതിനെ തുടച്ചു നീക്കാനാകൂ എന്നുമായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം.